പണ്ട് കോഡുണ്ടല്ലോ, STD കോഡ് ചേർത്തിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ ഏതോ ഒരു അമ്മൂമ്മയ്ക്ക് വീട്ടിൽ നിന്ന് എഴുതി കൊടുത്ത് വിട്ടേക്കണം. ബൂത്തിൽ വന്നിട്ട് ഡയൽ ചെയ്യാൻ അറിയാത്തവർക്ക് ഈ ബൂത്തിലെ പെൺകുട്ടി വിളിച്ചു കൊടുക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് പുള്ളിക്കാരൻ ആദ്യം എഴുതി കൊടുത്തു 0484 കോഡ 273745 ഇതാ നമ്പർ, ചെന്ന് വിളിച്ച് പറ, വരത്തില്ലെന്ന് പറ എന്ന് പറഞ്ഞ് ബൂത്തിലേക്ക് വിട്ടു. അപ്പോൾ അമ്മാവ് മൂത്തി വന്നിട്ട് ആ കൊച്ചിന് ഈ നമ്പർ കൊടുത്തു. ഉടനെ ആ കൊച്ചാദ്യം 0484 ആണല്ലോ ഞെക്കത്തുടനെ 0 ഞെക്കി. ഉടനെ ആ മാമ പറയാ താഴത്തെ ഞെക്കിയാൽ മതി, അത് കേടാന്ന് പറഞ്ഞായിരുന്നെന്ന്. ഫോണുമായിട്ട് ബന്ധപ്പെട്ടെന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു തമ്പിച്ചേട്ടൻ്റെ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പിരിവിന് വേണ്ടി പോയി. അപ്പോൾ തമ്മിൽ വലിയ പണക്കാരനാണ്. ഇടയ്ക്കിടയ്ക്ക് അന്ന് കാലത്ത് ഈ ബിസിനസ്സിന് അവിടെ ഇവിടെയും പോകുന്ന ആളാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരാളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ പിരിവിന് വരുമ്പോൾ പുള്ളിയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ തമ്പിച്ചേട്ടനെ കാണാൻ പലരും പല ആവശ്യങ്ങളുമായിട്ടൊക്കെ വരും. അപ്പോൾ തമ്പിച്ചേട്ടൻ ഇടയ്ക്ക് വീട്ടിലിരുന്നിട്ടില്ല എന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ തമ്പിച്ചേട്ടൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആൾ വാ 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 ഇരിക്കിരിക്കുക എന്ന് പറഞ്ഞ്. അപ്പം പുള്ളി ഞങ്ങളോട് എന്തെങ്കിലും ഒരു വരി മിണ്ടുന്നതിന് മുമ്പ് തന്നെ ലാൻഡ് ഫോൺ ബെല്ലടിച്ചു. ഉടനെ ഈ പുള്ളി ഒന്ന് ഫോൺ എടുത്തു. അപ്പം ഞങ്ങൾ 3 പേര് അവിടെ ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ട്. ഈ പുള്ളി ഫോൺ എടുത്തു. ഹലോ, തമ്പിച്ചേട്ടനോ? തമ്പിച്ചേട്ടൻ എറണാകുളം വരെ പോയേക്കുവാണല്ലോ. അയ്യോ, നാളെ വരത്തുള്ളൂ. നാളെ കഴിഞ്ഞ് വിളി കേട്ടോ. വച്ചു. ഞാൻ ചോദിച്ചു തമ്പിച്ചേട്ടനെ ഒന്ന് വിളിക്കാമോ? പുള്ളി തമ്പിച്ചേട്ടൻ എറണാകുളത്ത് പോയേക്കുവാ, നാളെ വരുള്ളൂ എന്ന്. അപ്പോൾ ഈ എക്സ്പ്രഷൻ ഇട്ടത് എന്തിനാന്ന് എനിക്ക് ഇന്നും ഒരു വിടവും കിട്ടിയിട്ടില്ല പുള്ളി ഇതിനിടയിൽ. നമ്മൾ പരിണാമ സിദ്ധാന്തം വിശ്വസിച്ചാലും ദൈവം സൃഷ്ടിച്ചു എന്ന് വിശ്വസിച്ചാലും മനുഷ്യൻ ക്ലെയിം ചെയ്യുന്ന, അവകാശപ്പെടുന്ന ഒരു വലിയ കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ഏറ്റവും നല്ല സൃഷ്ടി, അതായത് ഏറ്റവും പെർഫെക്റ്റായ ഒരു സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യനാണ് എന്ന് പറയും. വേറൊരു ജീവിയും അങ്ങനെ ഒരു ക്ലെയിം കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ തന്നെ അവകാശപ്പെടുന്നൊരു കാര്യമാണ്. പക്ഷേ 10 ഉറുമ്പ് ഒന്നിച്ച് വന്നാൽ അവിടെ നിൽക്കാൻ പറ്റാത്ത നമ്മൾ 10 ഉറുമ്പ് വന്നാൽ മതി, കടിച്ചാൽ നമ്മൾ ഓടിക്കളയും. കൊതുക് വന്നാൽ വല്ല രക്ഷയുണ്ടോ? വലയിടാണ്ട് കിടക്കാൻ പറ്റുമോ? കൊതുക് വന്നാൽ നമ്മളെ കടിക്കും, നമ്മുടെ പിടുത്തം വിട്ടുപോകും. ഒരു കാക്കക്കൂട്ടി കല്ലെറിഞ്ഞിട്ട് നടന്നു നോക്കിയോ, കാക്ക പുറകെ നടന്ന് കുത്തും, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇത്രയും ലിമിറ്റഡായ പരിമിതിയുള്ള മനുഷ്യനാണ് നമ്മൾ ഏറ്റവും പെർഫെക്റ്റായ സൃഷ്ടി എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം നമ്മുടെ ഡെവലപ്ഡ് സെറിബ്രമാണ്, നമ്മുടെ ബ്രെയിനാണ്. ബുദ്ധി കൊണ്ടാണ് മനുഷ്യൻ ലോകത്തെ കീഴടക്കിയിട്ടുള്ളത്. ബുദ്ധിയാണ് നമുക്ക് എക്സ്ട്രാ തന്നൊരു കാര്യം. അതേപോലെ വേറൊരു ജീവിയും ചെയ്യാത്തതാണ് തമാശ മനസ്സിലാക്കി ചിരിക്കുക എന്ന് പറയുന്നത്. കരച്ചിൽ എല്ലാ ജീവിയും കരയും, പക്ഷേ ചിരിക്കുന്ന വേറൊരു ജീവിയിൽ. ഇളി എന്ന് പറഞ്ഞ് കുരങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ നമുക്ക് കിട്ടും, പക്ഷേ അത് തമാശ കണ്ട് ചിരിക്കുന്നതല്ല. അങ്ങനെ നമുക്ക് തന്നിട്ടുള്ള ഒരു കഴിവാണ് ചിരിക്കാനുള്ള ഈ കഴിവ്. അപ്പോൾ ആ കഴിവ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് ഉപയോഗിക്കുക. പരമാവധി സമയങ്ങളിൽ നിങ്ങൾ ചിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക.